ഇന്ന് ദിലീപ് കേസിന്റെ വിധി വന്നു. ദിലീപിന്റെ ആശ്വാസം. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചകൾ നിറഞ്ഞു നിൽക്കേണ്ട ഒരാളുണ്ട്, പാവം. പക്ഷെ അദ്ദേഹം ഇപ്പോ നിസ്സഹായ അവസ്ഥയിൽ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ജാമ്യത്തിന് വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയ്ക്ക് വന്ന താഴെ വന്നൊരു കമന്റ് ഇങ്ങനെയാണ്, രാഹുൽ ഈശ്വറിന്റെ കാര്യം പറഞ്ഞപ്പോൾ വന്നൊരു കമന്റ്, വെടി വച്ചവന് ജാമ്യം കിട്ടി, ശബ്ദം കേട്ടവന് കിട്ടിയില്ല എന്നുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഘോരഘോരമായി വാദിച്ച രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്നു. ആഹാരം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അവസാനം പോലീസുകാരുടെ കൈയും കാലം പിടിച്ചായിരിക്കും ആഹാരം എന്നില്ല ഞാൻ ചത്തുപോകുന്നു പറഞ്ഞ് ആഹാരം കഴിച്ച്. ഇപ്പോ കോടതിയിൽ അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് പറയുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, അതായത് തനി പൊട്ടനാണ്, എങ്ങനെയെങ്കിലും ജാമ്യം കൊടുക്കണം എന്നാണ് പറയുന്നത്. രാഹുൽ ഈ ദിലീപിന് നീതി കിട്ടി, രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടി, വേട്ടക്കാർക്കെല്ലാം നീതി കിട്ടുന്നു. വേട്ടക്കാർക്ക് വേണ്ടി വാദിച്ച രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലറയ്ക്കുള്ളിൽ. നീതിയാണോ നീതിയാണോ നീതികേടാണോ എന്നല്ല, ഈ സോഷ്യൽ മീഡിയ ഏത് മീഡിയയ്ക്കകത്തും നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് അങ്ങനെ ഇല്ലെന്നാ പറയുന്നത്. പോസിറ്റീവ് പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നാലും നമുക്കത് വേർതിരിക്കുമ്പോൾ ഈ അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, പ്രേക്ഷകർക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ ആറാട്ടുണ്ടെന്ന് പറഞ്ഞു ഈ കാറ്റഗറിക്കകത്ത് വരുന്ന ഒരു നമ്പൂരിയ ഈ പറയുന്ന രാഹുൽ ഈശ്വർ. ഇപ്പോൾ കോടതി പറഞ്ഞേക്കുന്നറിയാം, ഒരു ഗതികേട്. കാരണം തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ഒരു വക്കീലാണ് അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്ന കേസുകളൊന്നും പരാജയപ്പെടില്ല. അയാൾ അവസാനം കോടതി പറഞ്ഞത്, ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ നല്ല ബുദ്ധി ഇല്ലാത്ത ഒരാളാണ്, അയാൾ ചെയ്യുന്നതൊന്നും അങ്ങനെ കണ്ട് ദൈവത്തെ ഓർത്ത് ജാമ്യം തരണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഇയാള് ജയിലിൽ പോയപ്പോൾ അവിടെ പ്രധാനമായിട്ടും ജാമ്യത്തിൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ അന്ന് തന്നെ കാരണം 1 കൊല്ലം മാത്രം ശിക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു കേസാണ്. ഈ 1 കൊല്ലം ശിക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു കേസിനകത്ത് ഇയാൾക്ക് ചിലപ്പോൾ കോടതി അന്നേരം ജാമ്യം കൊടുക്കുക. ഇയാളവിടെ പ്രധാനപ്പെട്ട ഒരു വക്കീല് ജാമ്യാപേക്ഷ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ഒരു 30 മിനിറ്റ് സാർ. എടാ, ഇത് കോടതിയാടാ, അയാൾക്ക് കോടതിക്ക് ഇരിക്കുന്നവർക്ക് അതിൻ്റെ ബഹുമാനമുണ്ട്. അവിടെ വെച്ച് തന്നെ അന്നേരം ഒന്നും വക്കീലിനോട് ഒന്നും ചോദിച്ചില്ല. ശരി, 30 മിനിറ്റ് ആണ്, നീ 14 ദിവസം അവിടെ കിടന്നുള്ള കാര്യം പറ. അവിടെ ചെന്നപ്പോൾ പുള്ളി ഉടനെ അന്വേഷിച്ചു, ഞാൻ വെള്ളവും ഉപേക്ഷിക്കും, വായു ഉപേക്ഷിക്കുമെന്നും പറഞ്ഞില്ല, എന്തായാലും ഞാൻ ഭക്ഷണവും ഉപേക്ഷിക്കും. ആരും മൈൻഡ് ചെയ്ത് വെളിയിൽ ഇറക്കിക്കൊണ്ട് വന്നിട്ട് കോടതി വിളിച്ച സമയത്ത് 2 ദിവസം കഴിഞ്ഞ് ജാമ്യത്തിൽ നിന്ന് വെളിയിൽ ഇറക്കിക്കൊണ്ട് വന്ന് പുള്ളി കാണിക്കും. എന്നുവെച്ചാൽ എന്താണെന്നറിയാം, ആരെ അടുത്തോട്ട് പോലീസുകാരെ വിടുന്നില്ല. അപ്പൊ ദൂരെന്ന് പറയാം, 2 ദിവസമായി വെള്ളവും കുടിച്ചിട്ടില്ല, ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഞാൻ കുടിക്കണ്ട, ആരാണ്ട് തരാതിരുന്നു. എടാ, കോടതി 3 നേരം ഭക്ഷണമുണ്ട്, നിനക്ക് ആവശ്യം പോലെ കഴിക്കാം, മതിയാവോളം കഴിക്കാം, വേണ്ടെന്നാരണ്ട് പറഞ്ഞു. മെനഞ്ഞാന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചോളാം. ഇയാൾ വിചാരിച്ചേ ഇയാൾ വലിയ പണ്ഡിതനാണ്, സുപ്രീം കോടതി വക്കീലന്മാരെ കാട്ടിക്കൊക്കെ വലിയ പണ്ട് അതില്ലേ നമ്മൾ കണ്ടിട്ടില്ലേ പണ്ഡിതൻ പറയുന്ന കാര്യങ്ങളൊക്കെ. എനിക്ക് അദ്ദേഹം പണ്ഡിതനാണോ പണ്ഡിതനല്ലയോ എന്നുള്ളത് അഭിപ്രായം. പക്ഷെ ആവശ്യമില്ലാതെ കിടന്ന് അലമ്പുണ്ടാക്കുക. ഇയാളൊരു എന്തിൻ്റെയൊക്കെ തലയിലൊരു ബാൻഡ്, ഐ ലവ് യു ഇന്ത്യ. നമ്മുടെ തലേ ബാൻഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ഇന്ത്യയുടെ സ്നേഹമില്ലയോ? എൻ്റെ മുന്നേ എനിക്ക് ഇന്ത്യയോട് ഭയങ്കര സ്നേഹമാണ്, തന്നേക്ക് അതിനെക്കാട്ടി സ്നേഹമാണ്. എൻ്റെ തലേ ബാൻഡ് എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ അതിൽ വണ്ടിക്ക് ബോർഡ് വെക്കുന്ന പോലെ തലയിൽ എന്ത് വെച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞ് തോളെ ത്രിവർണ്ണ പതാക, നമ്മൾ ത്രിവർണ്ണ പതാകം പൊറിച്ചോണ്ടാണ് രാവിലെ തൊട്ട് ഇറങ്ങുന്നത്. ഇല്ലെങ്കിൽ ഇന്ത്യയോട് സ്നേഹം വരത്തില്ല. പിന്നെ അത് കണ്ടില്ലേ, വെളിച്ചിറങ്ങിയപ്പോൾ ഇയാൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പോലീസുകാരെ കൊണ്ടുവന്നപ്പോൾ ഈ പണ്ടില്ല സിബ്ബങ്ങ് ഊരില്ല, പിള്ളേരെ മൂത്രം ഒഴിക്കാൻ സിബ്ബടക്ക് ഊരുന്നത് കണ്ടില്ലേ? മെൻസ് അസോസിയേഷനോ ഇതെന്തോടെ പരസ്യ കമ്പനിയാണ് ഇത്. അതിന്റെ കൂടെ ഞാൻ കുറ്റം പറയില്ല, ഇദ്ദേഹം അകത്ത് കയറിയപ്പോഴത്തേനും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി വെളിയിൽ ഇറങ്ങിയില്ലാലും കുഴപ്പമില്ല, 10 ഹാൻഡിൽ കാലത്ത് 10 കാര്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കയറി പോകത്തുള്ളൂ. ഇവരൊരു പബ്ലിസിറ്റി ആൻഡ് ഒരു ആയിട്ട് വരും. അപ്പൊ കോടതിയും പോലീസ് പറഞ്ഞിട്ട് എന്തോ റിമാൻഡ് ചെയ്തിട്ടുണ്ട്, കേസൊക്കെ അന്വേഷിച്ചോ? കോടതി വിളിച്ചു, എൻ്റെ പൊന്നു സാറേ, വെള്ളവും കുടിക്കാതെ ഭക്ഷണവും കഴിക്കാതെ കിടക്കുന്നവരടുത്ത് തന്നെ ഞങ്ങളെങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നത്? ആ കാര്യങ്ങൾക്ക് വല്ലതും കയറുവാനോ? അപ്പോൾ ഈ റിമാൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് പോലീസിന് കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇയാൾക്ക് കാര്യങ്ങൾ ചോദിക്കാനോ ഇനിയിപ്പോൾ കസ്റ്റഡി ചോദിച്ചാൽ വീണ്ടും പ്രശ്നമോ? കസ്റ്റഡി പോലീസ് ചോദിക്കുക, അന്ന് ഇയാൾക്ക് കാര്യങ്ങൾ ചോദിക്കണ്ട, ഇയാൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കത്തില്ല എന്നുള്ള രീതി ചോദിച്ചാൽ വീണ്ടും അകത്ത് കിടക്കത്തില്ല. അതായത് അന്ന് വൈകുന്നേരം തന്നെ ജാമ്യം കിട്ടേണ്ട ഈ മഹാമനുഷ്യന്, അതായത് ഈ ആൾക്ക് ഇതുവരെ ജാമ്യം കിട്ടാൻ പുള്ളി രാവിലെ ചോദിച്ചിരുന്ന റിപ്പോർട്ടറിൻ്റെ അടുത്ത്, ഞാൻ തലയിൽ ഒരു ചുമന്ന തുണിയും കെട്ടിക്കൊണ്ട് രാവിലെ ഒരു 7 മണി തൊട്ട് എന്നെ അവിടെ ഇരുത്തണം, ദിലീപിന്റെ വിധിയിടന്ന്
പുള്ളി ദിലീപിന് വേണ്ടി വാദിച്ചു, അതിനകത്തൊന്നും തർക്കമില്ല. പുള്ളി പറഞ്ഞത് ഞാൻ കേട്ടതാണ്, ഇത് ദിലീപിന് എതിരായിട്ട് യാതൊരു വിധി ഇതിനകത്ത് വരത്തില്ല. അന്നേരം ആരും ചോദിച്ചു നിങ്ങൾ ആരോ നേരത്തെ പറയും, അതൊക്കെ ഞാൻ പറയും, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നോക്കിക്കോ, വെല്ലുവിളിച്ചോ, അതൊക്കെ പുള്ളി പറയും. അതൊക്കെ പറഞ്ഞു, കാര്യം ശരിയാ. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങൾ പറഞ്ഞ പോലെ വെടി വെച്ചവൻ വെളിയില് അവന് ജാമ്യമുണ്ട്. അവനാണ്ട് 300 ഏക്കറിനകത്ത് 3000 ഏക്കറിനകത്ത് അവന്റെ കുണ്ടയുടെ കൂട്ട് സെറ്റപ്പിലോട് നടക്കുക. ഇവിടുത്തെ DGP മാക്കോരും ഒക്കെ ചെന്ന് പക്കത്ത് നടക്കുക. ആരാ? രാഹുൽ മാങ്കൂട്ടം. വാടാ എന്ന് പറഞ്ഞിട്ട് അവനോടെ നിൽക്കുക. അവൻ കോടതി ജാമ്യം എഴുതി ചോദിച്ചു. ഇതിന്റെ കാര്യം വെടിയൊച്ച കേട്ടവനകത്ത് കിടക്കുക. മനസ്സിലായില്ലേ എന്ന് പറയാ. എന്നിട്ട് വക്കീലിനെ കൊണ്ട് കോടതിയിൽ, അത് റെക്കോർഡാണല്ലോ, കോടതി പറഞ്ഞു ഒരു നല്ല പൊട്ടനാണ് എൻ്റെ വക്കീൽ, പറയും വിവരമില്ലാത്തവനാണ്, ബോധമില്ലാത്തവനാണ്, അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി ഇയാൾ അതിനകത്തിരുന്നുകൊണ്ട് ഫേസ്ബുക്കിലായി വിടുക. ഭയങ്കര കുറ്റമാണ്, അറിയോ? നിങ്ങളെ പിടിച്ച് റിമാൻഡ് ചെയ്തേക്കുക. നിങ്ങളുടെ പേരിൽ ഫേസ്ബുക്ക് ഇതുവരെ എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ രാവിലെ തൊട്ട് രാഹുൽ ഈശ്വർ പോസ്റ്റുകൾ അങ്ങനെ വന്നോണ്ടിരിക്കും കോടതിക്കെതിരെ ഇതിനെതിരെ. വലിയ കുഴപ്പം. അത് നോക്കുമ്പോൾ കോടതി എന്തുകൂടെ ഏത് രാജ്യമായത്? ഇതെന്തോ ഇവിടെ നീതി സംവിധാനവും മറ്റു കാര്യങ്ങളൊന്നും പോലീസുകാർ നിങ്ങൾക്ക് എന്തിനാണ് കോടതി, ഇതൊക്കെ എന്തോ കാണിക്കുന്നത് പോലീസും പറഞ്ഞു. അന്നേരം വക്കീലിനടുത്തും ചോദിച്ചു കാണുമല്ലോ, വക്കീൽ പറഞ്ഞു ക്ഷമിക്കണം, അവസ്ഥ ഈ കേസെടുത്ത് പോയതാ മാനസിക നില തെറ്റിയ ഒരു വെളുത്ത് ചുമന്ന് കൊടുത്ത ഒരു സുന്ദര കുട്ടപ്പനാണ്. അതുകൊണ്ട് ആ രീതിയിലെങ്കിലും ഈ കേസ് പരിഗണിച്ച് വേറെ പിന്നെ ഇടിവെട്ടിയോണ്ട് തലമുട്ടയടച്ചിന്റെ പോലെ കല്യാണം എന്ന് പറഞ്ഞല്ല, ഇതെല്ലാം തീരുമാനിച്ചു. അവസാനം കോടതി വന്നു കഴിഞ്ഞപ്പോൾ ഈ കേട്ട മജിസ്ട്രേറ്റ് ഉണ്ടല്ലോ, ഒരു 3 ദിവസത്തേക്ക് അവധി തീർന്ന ജാമ്യത്തിന് പരിഗണിക്കണമെങ്കിൽ പിന്നെ ആദ്യമുള്ള ആൾ വരണം. ആദ്യമുള്ള ആൾ വരുമ്പോൾ വീണ്ടും ആദ്യമായിട്ട് കേൾക്കണം. അപ്പോഴും പോയെ ആകെപ്പാടെ ഗതി കേട്ടവരാ. ഇനിയിപ്പോൾ ബുധനാഴ്ച വെച്ചിട്ടുണ്ട്. ഇനി അന്നെങ്ങാണം വന്നു സാറേ ഞാൻ ചോറുണ്ടു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഞാൻ പഴയതുപോലെയല്ല, എനിക്ക് തലയ്ക്ക് സുഖമുള്ള ആളാന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ വീണ്ടും ജാമ്യം പോകും. ഏതായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത് ഒരാഘോഷത്തിൽ പുള്ളി ഒരു വലിയ പരസ്യ കമ്പനിയാണല്ലോ. പുള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം, പുറത്തെഴുതുന്നു, തലയിൽ എഴുതുന്നു, നെറ്റിക്ക് എഴുതുന്നു, വെന്നിൽ എഴുതുന്നു. ഇന്നത്തെ ഒരു വലിയ ചാൻസാണ് പുള്ളിക്ക് നഷ്ടപ്പെട്ടത്. ഏതായാലും പ്രധാനപ്പെട്ട പുള്ളി ഏറ്റെടുത്ത വിഷയങ്ങൾ, അതെ ഏറ്റെടുത്ത വിഷയങ്ങൾ, പുള്ളി ഏറ്റെടുത്ത വിഷയങ്ങൾക്കകത്തെല്ലാം അവരെല്ലാം വെളിയിലുമായി, പുള്ളി അകത്തു. മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം പുള്ളി അതിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പുതിയ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്കാണ് പോകുന്നത്. 2 ദിവസം ഞാൻ പാടിക്കാണിപ്പോഴത്തേന് പുള്ളി എളുപ്പം കിട്ടും. ഭയങ്കര ബുദ്ധിമാനായിട്ട് എളുപ്പം കിട്ടുമെന്ന് വിചാരിച്ചാൽ കോടതി ഇരിക്കുന്ന പിന്നെ വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ മോശക്കാരാണല്ലോ. എന്നാൽ അവനവിടെ കിടക്കട്ടെ, എത്ര ദിവസം കഴിക്കാൻ കിടക്കുമെന്ന് പറയും. നോക്കിയോ 10-75-80 കിലോ ഒക്കെ ഉണ്ട്. എങ്ങനെ പോയാലും 2 ആഴ്ചയൊക്കെ പട്ടിണി കിടക്കുവാണെങ്കിലും ചത്തുപോത്തൊന്നുമില്ല, അല്ലെങ്കിൽ ട്രിപ്പ് കൊടുത്താൽ മതി. അങ്ങനെ ഇട്ടു, അങ്ങനെ കിടന്നു. ഇപ്പം എന്തുവായാലും ഗതികെട്ടോ പറഞ്ഞു. അവസാനം കോടതിയിൽ റിക്കാർഡിക്കലി കൊടുക്കേണ്ടി വരുന്നു തലയ്ക്ക് സുഖമില്ലാത്ത ആള് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സ്ഥിരബുദ്ധി ഇല്ലാത്ത ആളെ എന്തെങ്കിലും കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ക്ഷമിക്കണം. ഞാൻ ഇതിനകത്ത് ആരൊക്കെ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് 1/2 മണിക്കൂർ കൊണ്ട് ജാമ്യം കിട്ടേണ്ട കേസിനാണ് ഇയാൾ 5-6. ഞാൻ പറഞ്ഞില്ല, ഒറ്റ കൊല്ലം ശിക്ഷയുള്ളൂ. ഈ കേസ് ഇയാള് കുറ്റക്കാരനാണെന്നുണ്ട് കോടതി ശിക്ഷിച്ചാൽ 1 കൊല്ലമാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരെ റിമാൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. സുപ്രീം കോടതി ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അന്നേരം വൈകിട്ട് തന്നെ കിട്ടിയാണ്. ഒരു 30 സെക്കൻഡ് സാർ, ഒരു 30 സെക്കൻഡ് സാർ. അന്നേരം പറഞ്ഞു നീ പോയി 14 ദിവസം കിടന്നിട്ട് വരാൻ. അന്നേരം വിചാരിച്ചു നാളെ വൈകിട്ട് കൊടുക്കുക. നാളെ വൈകിട്ട് വന്നപ്പോൾ അതിനെക്കാട്ടി വലിയ ഗതികടി. എന്തോ അവരുടെ കുഴപ്പമല്ല, ഈ മെൻസ് കമ്മീഷൻ, ഈ പരസ്യ കമ്പനിയുടെ കുഴപ്പമാണ്. ഏതായാലും നമ്മൾ പറയാം വരാനുള്ളത് വഴി തരത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.